ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് 86.4 ആണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വെയിറ്റ് എത്രയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം വെയിറ്റൊക്കെ ഞാൻ അപ്പം അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് അമ്മ ഇതാ രാമായണമൊക്കെയാണ് അമ്മയ്ക്കുള്ള ചായയൊക്കെ ആയിട്ട് ഞാൻ പോയപ്പോഴാണ് കണ്ടത്. അതിനുശേഷം ചായയും എൻ്റെ വെള്ളമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് വെള്ളമൊക്കെ കുടിക്കുകയാണ്. ഇപ്പം നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ അതൊരു ശീലമായി. അതെന്തായാലും നല്ല കാര്യമാണ്. അതിനുശേഷം ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു. മോൻ കഴിച്ച പ്ലേറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഒന്നും എന്നോട് തോന്നരുത്. പ്ലേറ്റ് വാഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. താഴെ ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ പൊന്നോ, ചൂടെന്നെല്ലാം പറഞ്ഞ ഒരു ഒന്നൊന്നര ചൂടാട്ടോ. ഓ, കണ്ണ് തുറക്കാൻ പറ്റില്ല, പുറത്ത് പകർന്ന് ഇറങ്ങാനും പറ്റില്ല. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് മീൻ കൊണ്ടുതരാ പറഞ്ഞു. അപ്പോൾ ഞാൻ താഴെ ഇറങ്ങിയതാണ്. മനുഷ്യ വെയിലത്തൊക്കെയല്ല കിടക്ക്, നല്ല ഫ്രഷ് ആവല് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ നോക്കട്ടെ, എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ചോറൊന്നും തിന്നണ്ടെന്ന് വിചാരിച്ചാണ്. ഇപ്പം ചോറ് തിന്നാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇതാ നമ്മൾ മീനും കൊണ്ട് പോവുകയാണ്. മുറിച്ചതുകൊണ്ട് മുറിക്കാത്തതുകൊണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ മീനൊക്കെ കിട്ടി, മീനൊക്കെ കഴുകി വെച്ച് ഓരോന്നോരോന്ന് സെപ്പറേറ്റായി വൃത്തിയിൽ കഴുകി മാറ്റി വെച്ചു. അപ്പോൾ അവൻ കുറേ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് 2-3 ദിവസത്തേക്കായി. അത് വളരെ ഉപകാരമായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിനുശേഷം എല്ലാം കഴുകി വാരി വൃത്തിയാക്കി പുരട്ടി വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലത്തെ മത്തി ബാക്കിയുണ്ടായിരുന്നു, അതാണ് എടുത്തത്. പിന്നെ അതിനുശേഷം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കുറച്ച് നാരങ്ങ വെള്ളം കുടിച്ചു കേട്ടോ. ഞാൻ ഉപ്പിട്ട നാരങ്ങ വെള്ളമാണ് കുടിക്കുന്നത്. എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക് പിന്നെ തന്നെ ഉപ്പിട്ട വെള്ളം തന്നെ കുടിക്കണമെന്ന്. അങ്ങനെ ഇതുപോലെ കുറേ വെള്ളവും കുടിച്ചു. മീൻ പുരട്ടി വെക്കലും വൃത്തിയാക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. എപ്പോഴും വിചാരിക്കും ഇത്ര നേരത്തെ എഴുന്നേറ്റിട്ട് പോലും ഒരു 10-11 മണിയാകുമ്പോഴേക്കും എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ അമ്മയൊക്കെ വരുമ്പോൾ ശരിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അവർ നോക്കാനുള്ളൊരു പ്രിഫറൻസ് കൊടുത്തേ പറ്റും. അപ്പോൾ അത് നടക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമം. എന്താണ് ഇത്രമാത്രം പണിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫുള്ള് പണി തന്നെയാണ്. ഇപ്പോഴത്തെ ഞാൻ ഇവിടെ ഇരുന്ന് 12 മണിയായിട്ടോ. ഇനി ചോറ് വെക്കണം, കുളിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ വർക്കൗട്ട് ചെയ്യുന്ന സമയം. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ലേശം ഒന്ന് റെസ്റ്റ് എടുക്കും. അത് ചോറ് കഴിച്ച ഉടനെ ഉള്ള ഒരു ഉറക്കമല്ല, ഒരു മയക്കം, ഒരു ഹാഫ് ആൻ അവർ 1 അവർ ഒന്ന് ചെറുങ്ങനെ ഒന്ന് കണ്ണടക്കും, അത്രയേ ഉള്ളൂ. പിന്നെ വൈകിട്ട് എണീച്ചാൽ ചായ കുടിക്കൽ, കുട്ടികളുടെ കാര്യം നോക്കണം, അവരെ കുളിപ്പിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് നടക്കാൻ പോവാമെന്ന്. പിന്നെ അത് കഴിഞ്ഞ് 12:30 ആകുമ്പോഴേക്ക് കുറച്ച് ഗ്രേപ്സ് കഴിച്ചു. അപ്പോൾ നല്ല മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നാമത് ചൂടല്ലേ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇതാ മീൻ ഫ്രൈ ഒക്കെ ആക്കി വെച്ചു. ഇന്നലത്തെ പരിപ്പ് കറി ബാക്കിയുണ്ടായിരുന്നു, എല്ലാം സെറ്റാക്കി വെച്ച് ചോറ് കഴിക്കാനായിരുന്നു. അപ്പോൾ ഇതാ ചോറും ഇന്ന് അവൻ കൊണ്ട് തന്ന ഒരു മീൻ ഫ്രൈയും പിന്നെ ഇന്നലത്തെ പപ്പടത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലത്തെ കേടെടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലേവേർഡായിട്ടുള്ള ഇത് യോഗേർട്ട് എന്ന് പറയുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് സ്കൂളിലൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഒരു 5:30 ആകുമ്പോഴേക്ക് ഇതാ ഈ 1/4 ഗ്ലാസ് ചായയും ഒരു പഴംപൊരിയും കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോയി കേട്ടോ. അപ്പം വർക്കൗട്ട് ചെയ്യുമ്പോൾ അറിയാലോ, എന്തായാലും വാമപ്പ് നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. ബാക്ക് ഫാറ്റ് ഉണ്ട്, തൈ ഫാറ്റ് ഉണ്ട്, ആം ഫാറ്റ് ഉണ്ട്, എല്ലാ ഫാറ്റുകളും ഉണ്ട്. അപ്പോൾ ഇന്നിപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് വർക്കൗട്ട് എല്ലാം 30 കൗണ്ട്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ സ്പീഡാക്കുന്നില്ല, നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം. അപ്പോൾ മ്യൂസിക് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കൗണ്ട് ചെയ്യാനും വീഡിയോ എടുക്കാനും രണ്ടും കൂടി എനിക്ക് ഒരുമിച്ചാവില്ല. അപ്പം നോക്കിയും കണ്ടും ചെയ്യാം കേട്ടോ.
ഹലോ, അപ്പോൾ ദാ ഇന്ന് ഞാൻ ഇത്ര വർക്കൗട്ടേ ചെയ്യുന്നുള്ളൂ. ഒന്നാമതെന്ന് വെച്ചാൽ എനിക്ക് വർക്കൗട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് പീസ്ഫുൾ മൈൻഡ് വേണമല്ലോ. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും എനിക്കത് കിട്ടുന്നില്ല കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ജിമ്മിലൊക്കെ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അമ്മ ഇവിടെയുണ്ട്, പിള്ളേരെ ടേക്ക് കെയറിലാക്കിയിട്ട് അമ്മേനെ ഇവിടെ വീട്ടിലൊറ്റക്കാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ്. ട്യൂസ്ഡേ മുതൽ എനിക്ക് ജിമ്മിന് പോകാൻ പറ്റും. എന്തായാലും ജിമ്മിന് പോകണം, കാരണം ലാസ്റ്റ് മന്ത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് 2 ദിവസം മാത്രമേ നമുക്ക് ജിമ്മിന് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കാല് ഒടിഞ്ഞിട്ട് നമുക്ക് പിന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം. എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. കാരണം അവിടെ സുംബ എയറോബിക്സ് ഒക്കെ ഉണ്ട്. മുഖം കണ്ടില്ല നിങ്ങൾ, നല്ല ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യണം, ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്ക് എന്തായാലും നമുക്ക് ഉഷാറാക്കി എടുക്കണം കേട്ടോ. ആരും പിന്നോട്ട് പോകരുത്.